ഹലോ, നിങ്ങൾ ചില TV ഇൻ്റർവ്യൂസ് കാണുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഫിലിം ആക്ടേഴ്സ് പറയും, ഞാൻ ഈ റോള് മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണെന്ന്. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ? നമ്മൾ പലരും ഒരുപാട് കേട്ട് ബോറടിച്ച ടോപ്പിക്കായിരിക്കും. ചിലർക്കെങ്കിലും അറിയാതിരിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീവ്രമായി അതിനുവേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ ലൈഫിൽ ഗ്രാജുവലി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഫേമസ് കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡ്രീം 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 ട്രാൻസ്ഫോംസ് ഇൻ ടു തോട്ട്സ് ക്രിയേറ്റ് ഇൻ ടു ആക്ഷൻസ്. ഇത് നമ്മുടെ ഫോമർ ഇന്ത്യൻ പ്രസിഡൻ്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഫേമസ് കോട്ടാണ്. അതിലും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി ആക്ഷൻ ചെയ്യുക. പിന്നെ ഉള്ള പാർട്ട് നമ്മുടെ കയ്യിലുള്ളതല്ല, അത് നമ്മളിലേക്ക് വരും. നമ്മൾ വായിക്കുന്ന പല റിലീജിയസ് ബുക്കുകളിലും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെയൊക്കെ ശരിയായ അർത്ഥത്തിൽ വിശ്വസിച്ചല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കും, എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷേ ആ വിശ്വസിക്കുന്ന പോയിന്റിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലായിരിക്കുന്നോ ആ ഒരു സാഹചര്യത്തിൽ കുറേ ചേഞ്ചസ് നമ്മൾ വരുത്തണം. അല്ലാതെ നമ്മുടെ മൈൻഡിൽ തോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കണമെന്നില്ല. സെയിം കൈൻഡ് മാനിഫെസ്റ്റേഷൻ ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് വിശ്വസിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാൻ എൻ്റെ ജോലി മാനിഫെസ്റ്റ് ചെയ്ത ഒരു കഥ നിങ്ങളോട് പറയാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം ഫോമർ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇവർക്ക് മാത്രം പറ്റിയതാണോ എന്ന് പലപ്പോഴും ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ടോ, ഇത് ഇവർക്കൊക്കെ മാത്രം പറ്റുന്ന കാര്യങ്ങളാണോ എന്ന്. അല്ല, ഞാൻ ഹെൽത്ത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പല ടൈപ്പ് ഷിഫ്റ്റുകളുണ്ട്. എനിക്ക് എല്ലാ ഷിഫ്റ്റുകളും ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നല്ലാതെ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ഡ്രീമിങ് അബൌട്ട് അതർ ജോബ്. എപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെ എനിക്കും കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ജോബ് വേണം. പക്ഷേ എൻ്റെ ഈ പ്രൊഫഷൻ എനിക്കിഷ്ടമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹെൽത്ത് പ്രൊഫഷൻ എനിക്കിഷ്ടമായതുകൊണ്ട് എനിക്കത് മാറ്റണ്ട. പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് മാറണം. അതെൻ്റെ വർക്ക് ടൈമും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫീസിബിളായിരിക്കണം. അങ്ങനെ അതിനെപ്പറ്റി തന്നെ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു, വിശ്വസിച്ചുകൊണ്ടിരുന്നു. അതായത് ഇപ്പോഴെൻ്റെ ജോലിയിലുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ എൻ്റെ ചുറ്റും നടക്കുമ്പോഴും ഞാൻ എൻ്റെ പുതിയ ജോലി ലഭിച്ചു, ആ പുതിയ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന സന്തോഷത്തോടെ തന്നെ ഞാൻ ജോലി ചെയ്തു. ആ വിശ്വാസത്തിൻ്റെ പാർട്ട് ആയിരിക്കണം എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. വിശ്വാസം സെക്കൻഡ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുമ്പം ആക്ഷൻസ് എടുക്കണം. ആക്ഷൻസ് എടുക്കുമ്പോൾ നോർമലി എന്താണ്, ഒരാൾ ജോലി നോക്കുന്നവർ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോഴും ചിലത് സക്സസ്ഫുള്ളായി, ചിലത് ഫെയിലായി. സക്സസ്ഫുൾ ആയതൊക്കെയും ചിലതൊക്കെ എൻ്റെ ടൈമുമായിട്ട് മാച്ചേ ആകുന്നില്ല. അങ്ങനെ കീപ്പ് ഓൺ ട്രൈ ചെയ്തു. എനിക്കൊരു ജോലി ലഭിച്ചു. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ എൻ്റെ വർക്ക് ടൈം വെച്ച് ഞാൻ എന്താഗ്രഹിച്ചോ അതനുസരിച്ച് അത്രയും ഫ്ലെക്സിബിലിറ്റിയോടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം ജോലിയിൽ മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ഒരുപാട് കഴിവുള്ളവരായിരിക്കും. പല കാര്യങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പം അടുത്തൊരു ബിസിനസ്സിന് പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ടാലൻറ്റ്സ് ഉള്ളവരായിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മുടെ ഡ്രീമായി ഒതുങ്ങിപ്പോകാതെ നിങ്ങൾക്ക് എവിടാണോ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്ക് ക്ലിയർ ചെയ്ത് പോകാൻ ട്രൈ ചെയ്യുക. 100,000 ആഗ്രഹങ്ങളായിരിക്കും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങളായി മാത്രം മാറി നിൽക്കാതെ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കയറ്റുക. ആ ആഗ്രഹങ്ങൾക്ക് കിട്ടിയതായി നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തോടു കൂടി ടേക്ക് ബേബി സ്റ്റെപ്സ്, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും അത് നിങ്ങൾക്ക് ഹ്യൂജ് റിസൾട്ട്സ് ആയിരിക്കും തരുന്നത്. ഇന്നു മുതൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹം മാത്രമല്ല, ആ ആഗ്രഹം തീവ്രമായിരിക്കണം. നിങ്ങൾ മനസ്സിൽ വെച്ച് അത് തന്നെ പ്രോസസ്സ് ചെയ്യണം, അതിൽ ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കണം. പിന്നെ ഒന്നും നിങ്ങളുടെ കയ്യിലല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവമാണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ള ആളുകളും സാഹചര്യങ്ങളും ഒക്കെയും നിങ്ങളുടെ അടുത്തോട്ട് വരും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റേ ട്യൂൺഡ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.